ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്ന അവലോകന യോഗം വെറും പ്രഹസനം. തിരക്ക് കൂടുമ്പോൾ ബദൽ സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ എങ്ങനെ നടപ്പാക്കുമെന്ന് വ്യക്തതയില്ല. കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനും യാതൊരു തീരുമാനവും യോഗത്തിൽ ഉണ്ടായില്ല. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ തീർത്ഥാടന കാലം ഇനിയും ഭക്തർക്ക് ദുരിതം തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വരും ദിവസങ്ങളിൽ അവധിയൊക്കെ തുടങ്ങുകയാണ്. കൂടുതൽ മാത്രമല്ല, മണ്ഡലപൂജയും മകരവിളക്കൊക്കെ എത്തുന്നു. തിരക്ക് ഇനിയും വർദ്ധിക്കും. ഈ വലിയ പ്രശ്നമായതോടുകൂടി ഇത് വലിയ രീതിയിൽ മാധ്യമശ്രദ്ധ നേടി. പാർലമെന്റിലും ഒപ്പം തന്നെ കോടതിയൊക്കെ ഈ വിഷയം സ്വമേധയാ പരിഗണിച്ചൊരു സാഹചര്യത്തിലാണല്ലോ മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിക്ക് അങ്ങോട്ട് എത്തിച്ചേരാതിരിക്കാൻ യാതൊരു വഴിയുമില്ലാതെ പോയത്. പക്ഷേ ഒരു അവലോകന യോഗം നടത്തിയെങ്കിലും അത് വെറും പ്രഹസനമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ലക്ഷ്മി, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞതിന് ശേഷം, തിരക്കുകളെല്ലാം തന്നെ കുറഞ്ഞതിന് ശേഷം, തിരക്കുകളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമായതിനു ശേഷം മാത്രമാണ് ദേവസ്വം മന്ത്രി ഈ ശബരിമലയിലേക്ക് എത്തിയത്. പ്രശ്നം അതിരൂക്ഷമായ സമയത്തൊന്നും തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഭക്തർ അനുഭവിച്ച നരകയാതന നേരിട്ട് കണ്ടില്ല. നിയന്ത്രണങ്ങളൊന്നാകെ പാളുന്ന ആ ഒരു സ്ഥിതിവിശേഷം കണ്ടിട്ടില്ല. തിരക്ക് അനിയന്ത്രിതമായിരുന്ന ആ കാഴ്ചകളൊന്നും തന്നെ അദ്ദേഹം കണ്ടില്ല. നിലവിൽ അദ്ദേഹം വന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഒരു തിരക്കുകളും ഇല്ലാതെ മാസപൂജയുടെ ഒരു തിരക്ക് മാത്രമായിരുന്നു സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ പരിഷ്കാരം തീർത്ഥാടകർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിലൂടെ പോയതോടെ മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരുടെ എണ്ണം 80,000-ലേക്ക് കുറച്ചു. അങ്ങനെ തിരക്കുകൾ ഒഴിഞ്ഞ സന്നിധാനത്തേക്ക് മാത്രമാണ് ദേവസ്വം മന്ത്രി എത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വീഴ്ചകളെല്ലാം തന്നെ തുറന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ ഈ യോഗം നടന്നത്. ഈ സന്നിധാനത്തെ കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് പോകാം. എന്തായാലും തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് സന്നിധാനത്ത് ഉള്ളത്. കാര്യമായ രീതിയിലുള്ള ഒരു തിരക്കില്ല. നടപ്പന്തൽ മാത്രമാണ് തീർത്ഥാടകരുടെ ഒരു നീണ്ട നിരയുള്ളത്. കാര്യമായ ഒരു തരത്തിലുള്ള തിരക്കുകളില്ല. മണിക്കൂറുകൾ കൊണ്ട് ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയൊക്കെ തന്നെ മാറിയിരിക്കുകയാണ്. മെല്ലെ തിരക്ക് കുറയുന്ന ഒരവസ്ഥയിലേക്ക്, ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം മാറുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത്. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ ദേവസ്വം ബോർഡും സർക്കാരും പോലീസും എല്ലാം തന്നെ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിന് തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യമായ ഒരു നടപടിയും സ്വീകരിക്കാനായി അവർക്ക് കഴിഞ്ഞില്ല. തിരക്ക് കൂടുന്നതിനനുസരിച്ച് പമ്പയിലും നിലയ്ക്കലും ഇലവുങ്കലും എരുമേലിയിലും പത്തനംതിട്ടയിലും എല്ലാം തന്നെ തീർത്ഥാടകരെ തടഞ്ഞിടുന്നതിന് അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. നമ്മൾ ഇന്നലെ ഈ യോഗത്തിൽ കൃത്യമായി മന്ത്രിക്ക് മുന്നിൽ എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വനമേഖലയിലടക്കം തീർത്ഥാടകരെ തടഞ്ഞിടുന്നത് കൊടിയ യാത്രകളാണ്, കൊടും ക്രൂരതയാണ്. അതൊരു കാരണവശാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഫോറസ്റ്റ് വനമേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് വേണം ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ദേവസ്വത്തിന്റെയും വിവിധ ഉദ്യോഗസ്ഥരെ ഈ ഒരു എവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാമെന്നതിന് ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായില്ല. എന്നാലും വരും ദിവസങ്ങളിലും ഒരു വലിയ തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. കാരണം അവധി ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ഡല പൂജാ സമയത്തേക്ക് കടക്കുകയാണ്. സാമാന്യം എല്ലാ വർഷവും ഈ മണ്ഡല പൂജാ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തിരക്ക് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കണമെന്നുള്ളൊരു ആവശ്യം ഹൈന്ദവ സംഘടന നേതാക്കളെല്ലാം തന്നെ പറഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഹൈന്ദവ സംഘടനാ നേതാക്കളും പറയുകയുണ്ടായി. എന്തായാലും നിലവിൽ കാര്യമായ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്തില്ല. അതുകൊണ്ട് തന്നെ അത് കാര്യമായി നിയന്ത്രിച്ചു പോകുന്നു. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരാവശ്യമൊന്നും തന്നെയില്ല. എന്തായാലും സന്നിധാനത്തെ സ്ഥിതിഗതികൾ ശാന്തമാണ്. പഴയ ഒരു അവസ്ഥയിലേക്ക് സന്നിധാനത്തേക്ക് പോകുന്നു. പടികേറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വർധന അനുസരിച്ച് ഫ്ലൈ ഓവർ പൂർണ്ണമായി നിറഞ്ഞുകൊണ്ട് പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയത്തും വലിയ നിയന്ത്രണങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് പത്തനംതിട്ടയും എരുമേലിയിലെല്ലാം തന്നെ തീർത്ഥാടകരെ തടഞ്ഞിടുന്ന സമയത്തെല്ലാം തന്നെ സന്നിധാനത്ത് ഫ്ലൈ ഓവർ പൂർണ്ണമായും കാലിയാകുന്നൊരവസ്ഥയിലേക്ക് പടികേറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു കുറവുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്കെല്ലാം തന്നെ നിലവിൽ ഒരു പരിഹാരമായിരിക്കുകയാണ്. അരുൺ, ആ ഒരു പരിഹാരത്തെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി പോകുന്നതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ
നേടിയിരുന്നു. മാത്രമല്ല തമിഴ്നാട് ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ അവരുടെ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തുകയും കേരളത്തോട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എല്ലാ ദിവസവും ഈ വിഷയം പരിഗണിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഹൈന്ദവ സംഘടനാ നേതാക്കൾ ശബരിമല സന്ദർശിക്കുകയുണ്ടായി, പ്രതിപക്ഷം എത്തി. ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് ഈ ക്രമീകരണങ്ങൾ അതെങ്ങനെയെങ്കിലും ഇത് തീർത്ഥാടന കാലം കഴിഞ്ഞു പോകട്ടെ എന്നുള്ളൊരു മനോഭാവം മാറി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ടാണോ അതോ സ്വാഭാവികമായും ആ ഒരു തിരക്ക് നിയന്ത്രണമൊക്കെ അതങ്ങനെ വന്നങ്ങ് സംഭവിച്ചതാണോ? കാരണം ഈ തിരക്ക് കൂടുമ്പോഴത്തെ അവസ്ഥ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ലക്ഷ്മി, അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഈ 80,000 തീർത്ഥാടകർക്ക് മാത്രമാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് എത്താനുള്ള ഒരു അനുമതി, അതായത് വെർച്വൽ ക്യൂ വഴിയുള്ള അനുമതി ഉള്ളത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂടി, അതായത് ശരാശരി ഒരു മാസപൂജയ്ക്ക് എത്തുന്ന ഒരു 50,000 60,000 തീർത്ഥാടകരാണ് മാസപൂജയ്ക്കായി ശബരിമലയിലേക്ക് എത്തുക എന്നാണ് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. ആ ഒരു തിരക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഭക്തരുടെ തിരക്ക് മാത്രമാണുള്ളത്. മുൻ വർഷങ്ങളിലെ കണക്ക് നമ്മൾ എടുക്കുകയാണ് ഈ സമയങ്ങളിലെല്ലാം തന്നെ 90,000, 1,00,000, 1,10,000 ആ ഒരു രീതിയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ആ സമയത്ത് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം, പക്ഷേ ഇത്തരത്തിൽ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഒന്നും പാളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അവരുടെ വഴിക്ക് പോകുന്നു, ദേവസ്വം ബോർഡ് മറ്റൊരു വഴിക്ക് പോകുന്നു. ഈ രണ്ട് വിഭാഗങ്ങളും അവർ കൃത്യമായ രീതിയിലേക്ക് ഏകോപനമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമായത്. പോലീസും ദേവസ്വം ബോർഡും രണ്ട് തട്ടിലേക്ക്, രണ്ടുപേരും രണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ദേവസ്വം ബോർഡിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോലീസ് അധികമായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഇതൊക്കെ ഏകോപിപ്പിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ, ഈ രണ്ട് വകുപ്പുകൾ മാത്രമല്ല ഒരു വകുപ്പുകളും തമ്മിൽ ഏകോപനമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇവിടെ നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു തീർത്ഥാടകരുടെ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട്, അതായത് നമുക്കറിയാം മണ്ഡല പൂജ എന്നാണ്, മകരവിളക്ക് എന്നാണ്, എത്രത്തോളം തീർത്ഥാടകരെത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാത്ത ആളുകളല്ല ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും സർക്കാരിൻ്റെയും വിവിധ വകുപ്പുകളിലും എല്ലാം തന്നെ ഇരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നറിഞ്ഞിട്ടും ഓരോ തവണയും സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരുടെ എണ്ണം കൃത്യമായി അറിയാവുന്നതാണ്. അത് അവരുടെ പൂർണ്ണമായുള്ള വിവരങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകളാണോ, ആ കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് കൃത്യമായി അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ വീഴ്ച ഇവിടെ സംഭവിക്കാനുള്ള ഇടയാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ഒരു ശീതസമരം, അതുതന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പരസ്പരം ഉന്നയിക്കുമ്പോഴും ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് തീർത്ഥാടകർ തന്നെയാണ്. അട്ടിമറിക്കപ്പെടുന്നത് ഈ ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവമാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. 10,000 ലക്ഷങ്ങൾ കോടികൾ ഒഴുകിയെത്തുന്ന ശബരിമലയിലേക്ക് കളങ്കമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഇവിടെയെല്ലാം തന്നെ ഉണ്ടാക്കിയത്. നരകയാതനകൾ അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്ക്, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും നിലവിൽ ആ സ്ഥിതിഗതികൾക്ക് ഒരു മാറ്റമുണ്ട്. അത് ഈ തിരക്ക് നിയന്ത്രിച്ചതിനപ്പുറത്തേക്ക് കാര്യമായ രീതിയിലുള്ള സ്പോട്ട് ബുക്കിംഗ് അടക്കം തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 80,000 പേർക്ക് മാത്രമാണ് ശബരിമലയിലേക്ക് ദർശനം നടത്താനാകുക. അതിൻ്റെതായ ഒരു തിരക്ക് കുറവ്, കാര്യമായ നിയന്ത്രണങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങളൊന്നും തന്നെ ഇവിടെ ഏർപ്പെടുത്താതെ, കൃത്യമായ മുന്നാലോചനകളില്ലാതെ, കൂടിയാലോചനകളില്ലാതെ ഏർപ്പെടുത്തിയ തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ തന്നെയായിരുന്നു ഇവിടെ പ്രതിസന്ധിയായിരുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ ഫ്ലൈ ഓവർ ഒന്നാകെ കാലിയാകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഫ്ലൈ ഓവർ പൂർണ്ണമായും നിറഞ്ഞ് പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ. ആ ഒരു പ്രതിസന്ധി മറികടന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും ചെയ്യേണ്ടത്. എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അവധി ദിവസങ്ങളാണ്, അതോടൊപ്പം തന്നെ മണ്ഡല പൂജയുടെ സമയമാണ്. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാര്യമുണ്ട്. എന്തായാലും സമാനമായ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കി
ഒരുക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ട്. കാരണം കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇവിടെ കാണുന്നത്. 80,000 തീർത്ഥാടകർക്ക് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ടെങ്കിൽ പോലും സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ എത്തുകയാണെങ്കിൽ അത് വീണ്ടും തിരക്ക് നിയന്ത്രണത്തിന് അതീതമാകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിയാൽ അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനാ നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയിരുന്നു. അതിനുശേഷം മന്ത്രി എത്തി അവലോകന യോഗം നടന്നിരുന്നു. അവലോകന യോഗത്തിലും കാര്യമായ തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും ശാന്തമായി പോവുകയാണ് സന്നിധാനം. തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഇപ്പോഴും സന്നിധാനത്ത് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി, അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി തീർത്ഥാടകർക്ക് ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങളടക്കം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അത് ഇനി അത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ ഇതൊരു പാഠമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു പ്രവർത്തനം നടത്താൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും പോലീസിനും ഒക്കെ തന്നെ ആകട്ടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. സന്നിധാനത്ത് നിന്ന് അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.